ഓ സുഹൃത്തുക്കളെ, മറ്റൊരു തഫ്സീർ ഞാൻ പറഞ്ഞല്ലോ, 20ഓളം തഫ്സീർ ഇമാം റാസി അതിന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു തഫ്സീർ, ഇന്നാ അഅ്തൈനാകൽ കൗസർ, നിശ്ചയമായും നബിയേ തങ്ങൾക്ക് നാം ധാരാളം ഖൈർ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനം ധാരാളം സന്താന പരമ്പര തന്നിട്ടുണ്ട്, ധാരാളം മക്കളെ തന്നിട്ടുണ്ട്. അൽ കൗസർ എന്നതുകൊണ്ട് ഉദ്ദേശം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകളാണ്. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞല്ലോ ഇത് പറയാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺകുട്ടികളെല്ലാം കുട്ടിക്കാലത്ത് മരണപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ തീരുമാനമാണല്ലോ അവൻ ലോകത്ത് നടപ്പാക്കുന്നത്. അവനാണല്ലോ കൊടുക്കുന്നവനും തടയുന്നവനും, അവനാണല്ലോ സർവ്വ അധികാരങ്ങളും ഉള്ളവനും. ലോകത്തുള്ള എല്ലാ മലക്കുകളും എല്ലാ അമ്പിയാക്കളും മുർസലീകളും ഔലിയാക്കളും സാലിഹീങ്ങളും എല്ലാ ജഡ്ജിമാരും ഭരണാധികാരികളും എല്ലാ ഡോക്ടർമാരും എല്ലാ ശാസ്ത്രജ്ഞന്മാരും എല്ലാ പണ്ഡിതന്മാരും പാമരന്മാരും പണക്കാരും ലോകത്ത് ഏത് രംഗത്താരുണ്ടോ അവരെല്ലാം ഇബാദുല്ലില്ലാഹ്, അല്ലാഹുവിന്റെ അടിമകൾ മാത്രമാണ്. വലിയ അധികാരങ്ങൾ അല്ലാഹു തആല കൊടുക്കുന്ന അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്, പലരുമുണ്ട്. പക്ഷേ അതെല്ലാം അല്ലാഹുവിന്റെ അധികാരത്തിൽ നിന്ന് അവൻ അപ്പോൾ കൊടുക്കുന്നത് കിട്ടുന്നവരാണ്. ഞാനിവിടെ കയറി വരുമ്പോ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഒരു ചരിത്രം പറയുന്നുണ്ടായിരുന്നു. ഒരു ഉസ്താദ്, അദ്ദേഹം പെട്ടെന്ന് നിർത്തി. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അമ്മിക്കുട്ടി ഖാദി എന്ന് പറയുന്ന ഉസ്താദിന്റെ സമീപത്ത് മഹാനവറുകൾ ജീവിക്കുന്ന വഴിയിൽ ചേർത്ത് കിട്ടാൻ വേണ്ടി പോയി നിന്ന് രാത്രി മഹാനവറുകൾ വീട്ടിലേക്ക് കയറുമ്പോ എന്തിനാ വന്നത് ചോദിച്ചു. വന്ന കാര്യം പറഞ്ഞു. അപ്പൊ എന്നാ ഇവിടെ നിൽക്കാൻ വരുന്നെന്ന് പറഞ്ഞു. മഹാനവറുകൾ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. നേരം വെളുക്കുന്നവരെ വന്നില്ല. പിന്നെ സബീക്ക് ജമാഅത്തിന് വെള്ളി പോകാനാണ് വരുന്നത്. അപ്പോഴാ ചോദിച്ചു, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അവിടെ വരെയാണ് അദ്ദേഹം പറഞ്ഞെത്തിയത്. ഞാൻ മനസ്സിലാക്കി. ആളുകൾ നിരാശരാകാൻ പാടില്ല.